ഗൗതം അദാനിയും മുകേഷ് അംബാനിയും കള്ളപ്പണം കടത്തുന്നവരാണ് എന്ന നരേന്ദ്രമോദിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. ടെമ്പോയിൽ കള്ളപ്പണം കടത്തുന്നവരാണ് അദാനിയും അംബാനിയുമെങ്കിൽ EDയെയും CBIയെയും ആദായ നികുതി വകുപ്പിനെയും അവരുടെ കമ്പനികളിലേക്ക് മോദി അയക്കേണ്ടേ എന്ന ചോദ്യവും കോൺഗ്രസ് ഉയർത്തുന്നു. ഒരു പ്രധാനമന്ത്രിയെയും ഇത്രയും ദുർബലമായ നിസ്സഹായമായ അവസ്ഥയിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്ത് BJP രാജ്യമെങ്ങും ഈ വിഷയത്തിൽ പ്രചരണം നടത്താത്തത്? മാധ്യമങ്ങൾ പ്രധാനമന്ത്രിക്ക് ഇത്രയെങ്കിലും ആദരവ് കൊടുക്കണം. വെളിപ്പെടുത്തലിൽ മാധ്യമങ്ങൾ അന്വേഷണം നടത്തണം. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സമയത്താണ് അദാനിയും അംബാനിയും ടെമ്പോയിൽ കള്ളപ്പണം നടത്തുന്നു എന്ന കണക്കിന് പണം കിട്ടിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അദാനിയെപ്പറ്റിയും അംബാനിയെപ്പറ്റിയും മിണ്ടാത്തത് എന്നും നരേന്ദ്രമോദി ആരോപണം ഉന്നയിച്ചിരുന്നു. മോദി തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ കള്ളപ്പണക്കാർ എന്ന് വിളിക്കാൻ എന്താണ് കാരണം? ഒരു പ്രധാനമന്ത്രി തനിക്ക് കിട്ടിയ വിശ്വാസയോഗ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുക. ചോദ്യം ഇതാണ്: മോദിക്ക് പ്രതീക്ഷ നഷ്ടമായോ? ആനി രാജ CPI നേതാവ്, KS ശബരിനാഥൻ കോൺഗ്രസ്, B ഗോപാലകൃഷ്ണൻ BJP, ജോൺ ബ്രിട്ടാസിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ആനി രാജ, വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഇംപ്ലിക്കേഷൻ എന്താണ് ശ്രീമതി ആനി രാജ? അല്ല, തീർച്ചയായിട്ടും ഈ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വലിയ കുതിച്ചുചാട്ടം പോളിംഗിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന നരേന്ദ്രമോദിയും സംഘപരിവാറും BJPയും ഒക്കെ തന്നെയും എന്നാൽ പോളിംഗ് നിലവാരത്തിലൊരു കുറവ് കാണുന്നു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരു ആവേശം, ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധാരണയുണ്ടായിരുന്നത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത ഇടത്തിൽ അവിടെ ഒരു രാമക്ഷേത്രം പണിത് കഴിഞ്ഞാൽ ആ രാമക്ഷേത്രം 400 പാർ ചെയ്ത് 420, 430, 400 മുഴുവൻ സീറ്റും ഒരുപക്ഷെ തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നുള്ള ഒരു ധാരണയിലാണ് അഹങ്കാരത്തോടെ 400 പാർ കരേങ്കി എന്ന് പറഞ്ഞ് ഈ രാജ്യത്തുടനീളം പ്രചാരണം നടത്തിയത്. എന്നാൽ അതിൻ്റെ ഒന്നും ഒരു ലക്ഷണവും എവിടെ ഒന്നും കാണാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിട്ട മാതിരി ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി, താങ്കൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. ഈ രീതിയിൽ ഒരു പ്രധാനമന്ത്രിമാരും ഇതുവരെയും ഒരു പരാജയം മുന്നിൽ കണ്ടാൽ പോലും അതിനെ ഒന്നും പരാജയത്തെ പോലും ഭയക്കാതെ നിന്നിട്ടുള്ള പോരാടിയിട്ടുള്ള പ്രധാനമന്ത്രിമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് അതാണ് അഹങ്കാരത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് എന്നാൽ തൻ്റെ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന രീതിയിൽ ജനങ്ങൾ, വോട്ടർമാർ പെരുമാറുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നിലവിട്ട് ശ്രീ നരേന്ദ്രമോദി പെരുമാറുന്നു എങ്കിൽ അത് നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരിക, സംഘപരിവാർ നേതൃത്വം നൽകുന്ന BJPക്ക് വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത് ദുഷ്കരമായിരിക്കും. അത് സാധ്യമാകുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു ഘട്ടത്തിൽ BJP എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയം. ശരി, മൂന്നാം ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെയും അംബാനിയെയും പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്. ശ്രീ KS ശബരിനാഥൻ, നോക്കൂ, കോൺഗ്രസ് ഈ വിഷയത്തെ, പ്രത്യേകിച്ച് അദാനിയും അംബാനിയും ടെമ്പോയിൽ കള്ളപ്പണം കടത്തുന്നു എന്നുള്ള വിഷയം വളരെ ഗൗരവമായി ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി അതിനോട് പ്രതികരിച്ചു. ഇന്ന് കോൺഗ്രസിൻ്റെ വക്താവ് വളരെ വിശദമായി തന്നെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് CBIയെ, എന്തുകൊണ്ടാണ് EDയെ, എന്തുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിനെ അയക്കാത്തത് എന്ന ചോദ്യമാണ് പ്രധാനമായും കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ശ്രീ KS ശബരിനാഥൻ, നോക്കൂ, അദാനിയും അംബാനിയും പ്രധാനമന്ത്രിയുടെ ഒക്കെ ചങ്ങായിമാരാണ് എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദാനിയും അംബാനിയും കോൺഗ്രസിന് പണം നൽകി എന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യമായിരിക്കുമല്ലോ. സ്വാഭാവികമായി എന്നോടൊപ്പം നിന്നിരുന്ന ഒരാൾ, എനിക്ക് പണം കൃത്യമായി തന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കോൺഗ്രസിന് കൂടി പണം കൊടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവായിരിക്കാം. അങ്ങനെ എത്ര പണമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് ശ്രീ KS ശബരിനാഥൻ? ഇല്ല, ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം മുതൽക്ക്
നരേന്ദ്രമോദി BJPക്ക് കാലിടറി എന്ന് മനസ്സിലായതിനു ശേഷം അദ്ദേഹം തന്നെ യുക്തിയില്ലാത്ത എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാം ഘട്ടത്തിൽ ഇലക്ഷൻ തുടങ്ങിയപ്പോൾ 400 സീറ്റ് മറികടക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ BJP നിന്നപ്പോൾ ആ ഇലക്ഷൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞപ്പോൾ, ആ ഇലക്ഷൻ്റെ പങ്കാളിത്തം കുറഞ്ഞപ്പോൾ, അതിനോടൊപ്പം പല സ്ഥലത്തുനിന്നും അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 3 ഘട്ടങ്ങൾ കഴിയുമ്പോൾ 50% സീറ്റുകളിൽ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇത്തവണ 400 അല്ല 300 പോലും കടക്കാൻ കഴിയുകയില്ല, 250 പോലും കടക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ബോധ്യം നരേന്ദ്രമോദിക്ക് വന്നതുകൊണ്ടാണ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള, നമ്മുടെ നാടുഭാഷയിൽ പറയുകയാണെങ്കിൽ തറ രാഷ്ട്രീയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും പണം എടുത്തുകൊണ്ട് താലിമാല അടക്കമുള്ള സാധനങ്ങൾ വിറ്റ് ഈ നാട്ടിലെ ആളുകളുടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇവിടെ ഇന്ന് പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പോലും ആളുകളെ മതാടിസ്ഥാനത്തിൽ എടുക്കുമെന്നാണ് മോദി പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഒരു മനുഷ്യന് തരം താഴാം എന്നുള്ളതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും കഴിഞ്ഞ 10 വർഷമായി വലിയ PR വർക്കിലൂടെ ചാനലുകളുടെയും മറ്റു മാധ്യമങ്ങളുടെയും ഇൻ്റർനാഷണൽ മീഡിയയുടെയൊക്കെ സഹായത്തോടെ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഇമേജ് മാറി അദ്ദേഹം ഇന്ന് എന്താണോ നരേന്ദ്രമോദി എന്നുള്ളത് ഇന്ന് ആളുകൾ നേരിട്ട് കാണുകയാണ്. ഏത് വിഷയത്തിലും അദ്ദേഹം പറയുന്നത് മതത്തെക്കുറിച്ചാണ്, ജാതിയെക്കുറിച്ചാണ്. ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? ഇവിടെ ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ദ്രൗപദി മുർമുവിനെതിരെ പാർലമെൻറ്റ് ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി നിർത്തിയത് അവർ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് സാധാരണ പ്രസിഡന്റ് പ്രകാരം ഇന്ത്യയുടെ പ്രസിഡന്റാണ് പോകേണ്ടത്. ആ പ്രസിഡന്റിനെ പല കാരണങ്ങൾ കൊണ്ട് വിളിക്കാതെ ഇന്ത്യയുടെ പാർലമെൻറ്റ് സ്വയം ഉദ്ഘാടനം ചെയ്ത് ഏറ്റവും പിന്നോക്കത്ത് നിൽക്കുന്ന ഒരു പ്രസിഡന്റിനെ ആ ഒരു ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കാൻഡിഡേറ്റ് നിർത്തിയത് കോൺഗ്രസ് നിർത്തിയത് അവർ ST വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലക്കും ലഗാനും പോയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ആളുകളും കൃത്യമായി ഇന്ത്യ മുന്നണിക്കൊപ്പം വരികയാണ്. പല ചാനലുകൾ, ഞാൻ വളരെ ക്ലോസ് ആയിട്ട് നാഷണൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നാഷണൽ മീഡിയയിൽ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിനെതിരെയുള്ള ചർച്ചകളായിരുന്നു, BJPക്ക് അനുകൂലമായിട്ടുള്ള ചർച്ചകളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 ദിവസമായിട്ട് 400 BJP കടക്കുമോ 300 കടക്കുമോ അടക്കമുള്ള ചോദ്യങ്ങൾ നാഷണൽ മീഡിയ അടക്കം ചോദിക്കുമ്പോൾ ഇവിടെ താളം തെറ്റിയെന്ന് മനസ്സിലായി. ഇനി അതിനെ കവർ ചെയ്യാൻ വേണ്ടി എന്തും പറയുമെന്നുള്ള അവസ്ഥ നരേന്ദ്രമോദി നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2014 ഇലക്ഷൻ, 2019 ഇലക്ഷൻ, ഈ 2 ഇലക്ഷനും നരേന്ദ്രമോദി പ്രതിപക്ഷം വന്നാൽ എന്ത് ചെയ്യുമെന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. മോദി വന്നാൽ ഇന്ത്യ വികസിതമാകും, ഇന്ത്യ വളരും എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഈ 2024 ഇപ്പോൾ മോദി എന്താണ് പറയുന്നത്? ആളുകൾ ഭീതിപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ താലിമാല കൊണ്ടുപോകും, കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ റിസർവേഷൻ മാറ്റും, കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിലെ ആളുകളെ മതാടിസ്ഥാനത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള പുടന്തൻ ന്യായങ്ങൾ മോദി പറയുമ്പോൾ അറിയാതെ തന്നെ മോദി പറഞ്ഞു പോകുന്നത് കോൺഗ്രസ് വരും, ഇന്ത്യ വരും എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു. ആളുകൾക്കുള്ള റൂറൽ ഡിസ്ട്രസ് ഈ നാട്ടിലെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറയുന്ന, ഇന്ത്യ മുന്നണി കൃത്യമായി പറയുന്ന, നമ്മൾ ഈ ഇലക്ഷൻ വന്ന ദിവസം നമുക്ക് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ തൊഴിലില്ലായ്മ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ന്യായ ഗ്യാരണ്ടി, ഇവിടെയുള്ള സ്ത്രീകളുടെയും കർഷകർക്കുമുള്ള സംരക്ഷണം, ഏറ്റവും പാവപ്പെട്ട ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക, ജാതി സെൻസസ് നടത്തുക, ഈ പ്രധാനപ്പെട്ട 5-6 കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ 1.5 മാസമായി കോൺഗ്രസ് പറയുന്നത്. ഇപ്പോഴും കോൺഗ്രസും പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ സ്റ്റാൻഡിൽ മാറ്റമില്ല. ഈ ഇലക്ഷൻ കഴിയുന്നവരെ വികസനോന്മുഖ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം കോൺഗ്രസ് പറയും. നരേന്ദ്രമോദി വീണ്ടും ഇതിനപ്പുറത്തെ വലിയ വൃത്തികെട്ട നുണകൾ പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ശ്രീ K. ശബരിനാഥൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു തരംഗമില്ല എങ്കിൽ പ്രാദേശിക വിഷയങ്ങളായിരിക്കും ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രധാന പരിഗണന. ആ നിലയിൽ പ്രാദേശിക വിഷയങ്ങൾ പരിഗണിച്ച് വോട്ടർമാർ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ BJPയോടുള്ള ഒരു എന്തൂസിയാസം കുറയുകയും ആ നിലയിൽ 6%, 7%, 8%, സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ 11% പോളിംഗ് കുറയുമ്പോൾ BJP അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? 1. 2, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അദാനിയെ പറ്റിയും അംബാനിയെക്കുറിച്ചും പറഞ്ഞത്, അവർ ചാക്ക് കണക്കിന് കള്ളപ്പണം ടെമ്പോയിൽ രാഹുൽ ഗാന്ധിക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. അങ്ങനെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ, വസ്തുതാപരമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പ്രധാനമന്ത്രി അക്കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. ആ നിലയിലൊക്കെ പ്രധാനമന്ത്രി പ്രസ്താവനയോ അല്ലെങ്കിൽ പ്രസംഗത്തിലെ പരാമർശങ്ങളോ ഒക്കെ വരുന്നത് വിരളി പിടിച്ചത് കൊണ്ടാണോ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ? അതെ, വല്ലാതെ വിരളിയാ, പേടിച്ച് വിരണ്ട് ആകെ ഭയപ്പെട്ട് വേർതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കേ. എൻ്റെ പൊന്നു ചങ്ങാതി, വേറെ വല്ല പണിയും നോക്ക്. ഇത് നിങ്ങൾ ഈ കുറേ നാളായി തുടങ്ങിയിട്ട്
BJPയുടെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും റിപ്പോർട്ടർ ചാനലും ഇവിടുത്തെ കുറേ അവതാരകന്മാരും ഇരുന്നിട്ട് മോദി വിയർത്തോ, മോദി ഉഷ്ണിച്ചോ? മോദിക്കൊരു വിയർപ്പുമില്ല, മോദിക്കൊരു ഉഷ്ണവുമില്ല. മോദി എന്താണോ പറഞ്ഞത്, മോദി എന്താണോ ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്, അത് ഈ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞു പോയി, അതാണല്ലോ നിങ്ങളുടെ വിഷമോ? കേരളത്തിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞത് പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ടാണോ, അതോ പ്രതിപക്ഷത്തോടുള്ള വിരോധം കൊണ്ടാണോ? പിണറായി വിജയനെതിരായി പ്രതിപക്ഷം അതിശക്തമായ രീതിയിലുള്ള ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെ ഈ ചാനലുണ്ടല്ലോ, അതിശക്തമായിട്ട് പ്രചരണം നടത്തി. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രചരണം ഏക്കാതെ പോയതുകൊണ്ടാണോ കേരളത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത്? എന്നാൽ പിന്നെ അതങ്ങ് സമ്മതിക്കാൻ പറ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാതെ വന്നത് പിണറായി വിജയൻ വിരളി പിടിച്ചതാണോ? അല്ല, നിങ്ങൾ ഈ ഓൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ കേരളവും പറയാറുണ്ടല്ലോ, കേരളത്തിലും വോട്ട് കുറഞ്ഞല്ലോ. അതെന്താ കാരണം? ആ കാരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ടേ? തോമസ് ഐസക്കിന് കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ട് പെർസെൻറ്റേജ് ഉള്ളത് പത്തനംതിട്ടയില്ല. തോമസ് ഐസക്കിനോട് ജനങ്ങൾക്ക് വെറുപ്പായതുകൊണ്ട് വോട്ട് ചെയ്യാൻ വരാതിരുന്നതാണോ? അതോ തോമസ് ഐസക്കിന് എതിരായിട്ടുള്ള ആൻ്റണിയുടെ പ്രസംഗത്തിൽ ആൾക്കാർക്ക് താല്പര്യമില്ലാതെ ഈ കോൺഗ്രസിന് ഇനി വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നില്ല, അതുകൊണ്ടാണോ? കാരണം ഇവിടെയൊക്കെ BJP എന്ന് പറയുന്നത് കേരളത്തിലൊരു ചെറിയ പാർട്ടിയാണ്. അതുകൊണ്ട് BJPയെ നിങ്ങൾക്ക് കേരളത്തിലെ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് BJP ഭരിച്ച സംസ്ഥാനങ്ങളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നോർത്ത് ഇന്ത്യയെ കുറിച്ചാണ്. കേരളത്തിൽ ഗോപാലകൃഷ്ണൻ, ശരിയാണ്, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് തന്നെയാണ് BJPക്ക് വോട്ട് കുറയാനുള്ള സാധ്യതയായി പൊതുവെ ദേശീയ നിരീക്ഷകർ കാണുന്നത്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. അദാനിയും അംബാനിയും കള്ളപ്പണം ടെമ്പോയിൽ കടത്തുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയാണ്. അദ്ദേഹത്തിന് കൃത്യമായ വിവരം കിട്ടാതെ ആ നിലയിൽ പറയില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ BJP പ്രധാനമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ രാജ്യമെങ്ങും പ്രചരിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന അംബാനിക്കും അദാനിക്കുമെതിരെ EDയെയും CBIയെയും ആദായ നികുതി വകുപ്പിനെയും വിട്ട് പരിശോധന നടത്താത്തത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ ദിവസം വരെ അദാനിയും അംബാനിയും മോദാനി എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അദാനിയും അംബാനിയുടെയും കള്ളപ്പണത്തിലാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്ന് പറഞ്ഞു. അദാനിയുടെ വിമാനത്തിൽ കോടികൾ ചെലവാക്കിയാണ് നരേന്ദ്രമോദി പ്രചരണത്തിന് 2014-ലും 2019-ലും ഇറങ്ങിയെന്ന് പറഞ്ഞു. അദാനിക്കും അംബാനിക്കുമെതിരെ അതിശക്തമായ രൂക്ഷമായ ആക്രമണമായിരുന്നു രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടത്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അദാനിയും ഇല്ല അംബാനിയും ഇല്ല. അതെന്ത് പറ്റി? അത് വസ്തുതാവിരുദ്ധമാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഞാൻ വരാം, നമുക്ക് അതിലൊരു വിശദമായ ചർച്ച വേണം. ഞാൻ അങ്ങയിലേക്കെത്താം. ജോൺ ബ്രിട്ടാസ് കൂടി ചേരുന്നു. ആ വിഷയത്തിൽ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ എതിർ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, അവർക്കും പറയാനുണ്ടോ? നിങ്ങൾക്ക് സൗകര്യം എളുപ്പം വന്നാൽ മതി. എനിക്കൊരു നിർബന്ധവുമില്ല, നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ആയിക്കോട്ടെ. ജോൺ ബ്രിട്ടാസ് MP കൂടി നമ്മുടെ. പക്ഷേ ജോൺ ബ്രിട്ടാസ് വളരെ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന്, അതിപ്പോൾ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെയോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയെ പോലെയോ അല്ലെങ്കിൽ D രാജയെ പോലെയോ നേതാക്കൾക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യം, പക്ഷെ ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ വസ്തുതയുടെ പിൻബലത്തിലൂടെ അല്ലാതെ പറയാനാവുമോ? ഇപ്പം ഞാൻ നാളെ പോയി ഒരു കോടതിയിൽ പോയി പറയുകയാണ്, എൻ്റെ പ്രധാനമന്ത്രി ഈ അദാനിയും അംബാനിയും കള്ളപ്പണം ടെമ്പോവാനിൽ കടത്തുന്നയാളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടി വരില്ലേ? യഥാർത്ഥത്തിൽ നാളെ സുപ്രീം കോടതി കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം പരിശോധിക്കുകയാണ്. 2 വർഷമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചിട്ടും ഇതുവരെ അതിന്റെ മണി ട്രെയിൽ പണം എങ്ങനെ പോയി എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. ആർക്ക് എത്ര കൊടുത്തു എന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷേങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ആർക്ക് പണം കൊടുത്തു, എങ്ങനെ കൊടുത്തു, ഏത് വാഹനത്തിൽ കൊടുത്തു, നമ്പർ പ്ലേറ്റ് മാത്രമേ ഇനി പറയേണ്ടതുള്ളൂ. എല്ലാം കൃത്യമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നാളെ സുപ്രീം കോടതി ചോദിക്കേണ്ടത്, EDയോട് ചോദിക്കേണ്ടത് ഇതാണ്. ഇവിടെ നിങ്ങളൊരു കേസ് 2 വർഷമായിട്ട് അന്വേഷിക്കുന്നു, ഇതുവരെ അത് സംബന്ധിച്ചുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല, മണി ട്രെയിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ വലിയ കള്ളപ്പണത്തിന്റെ
പ്രധാനമന്ത്രിയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ കാലാധൻ, കള്ളപ്പണം, ടെമ്പോയിൽ ഇന്ന രണ്ടാൾക്കാർ, അദാനിയും അതുപോലെ അംബാനിയും ഇന്ന ആൾക്ക്, അതായത് രാഹുൽ ഗാന്ധിക്ക് ഇന്ന വാഹനത്തിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങോട്ടല്ലേ പോകേണ്ടതെന്ന് സുപ്രീം കോടതി ചോദിക്കേണ്ടതാണ്. ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ യഥാർത്ഥത്തില് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണനിർവഹണം നടത്തുന്ന ഒരാള് കള്ളപ്പണം ഇന്നയാൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന മണി പവറും മസിൽ പവറും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു? 2, കള്ളപ്പണത്തെ എവിടെയാണെങ്കിൽ പോലും വേട്ടയാടി പിടിക്കുമെന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് ചെയ്തു? ഇത് സംബന്ധിച്ചുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സുപ്രീം കോടതി എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വരുവാണ്. മാത്രവുമല്ല, ഇത്രയും കള്ളപ്പണമൊക്കെ 2 വ്യക്തികള്, 2 വ്യവസായികള് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് എത്രത്തോളം കള്ളപ്പണം ജനറേറ്റ് ചെയ്യുന്നുണ്ട്? കള്ളപ്പണം ഒഴിവാക്കുന്ന ഈ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ മോഡി സ്വീകരിച്ചത്. പക്ഷെ ഈ മോഡിയുടെ 10 വർഷത്തെ ഭരണത്തിന് ശേഷവും ടെമ്പോയിലൊക്കെ കുത്തി നിറച്ച് ഇങ്ങനെ കള്ളപ്പണം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ സംജാതമാകുന്നുണ്ടെങ്കിൽ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് ഉയരുന്നുണ്ട്. പക്ഷെ എൻ്റെ സ്നേഹിതൻ ഗോപാലകൃഷ്ണന്റെ വികാര വിക്ഷോഭങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു പ്രധാനമന്ത്രി വിഭ്രാന്തി പൂണ്ട്, വിരളി പൂണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് ഏറ്റുപിടിക്കാതിരിക്കുന്നതാണ് ഗോപാലകൃഷ്ണനും BJPക്കും നല്ലത്. ജോൺ ബ്രിട്ടാസ് ദയവായി തുടരുക. ഞാൻ ഗോപാലകൃഷ്ണന്റെ അക്കാര്യത്തിലുള്ള മറുപടി. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അക്കാര്യത്തിലെ ചോദ്യം വളരെ നേരിട്ടുള്ളതാണല്ലോ. പ്രധാനമന്ത്രി പറയുന്നു, വസ്തുനിഷ്ഠമായിട്ടായിരിക്കും അദ്ദേഹം പറയുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അദാനിയിലേക്കും അംബാനിയിലേക്കും അന്വേഷണ ഏജൻസികൾ പോകണ്ടേ? അല്ല, അത് പോകേണ്ട സമയത്ത് പൊയ്ക്കോളും. നിങ്ങൾ വല്ലാതെ വിഷമിക്കണ്ട. ഇത്രയും കാലം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ളതിന് നിങ്ങൾ എന്താ ഉത്തരം പറയാത്തെ? രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിലത്തെ പ്രസംഗങ്ങളിലും വളരെ വ്യക്തമായി അദാനിക്കും അംബാനിക്കും എതിരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. രണ്ട് വിൽപ്പനക്കാരും 2 വാങ്ങലുകാരുമാണ് ഈ രാജ്യത്തുള്ളതെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഈ മാസം തന്നെയാണ് പറഞ്ഞത്. ശ്രീ ഗോപാലകൃഷ്ണൻ, മിസ്റ്റർ നികേഷ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ചോദ്യം വളരെ സ്പഷ്ടമാണ്. വായെടുത്താൽ അംബാനി, വായെടുത്താൽ അദാനി. എന്തേ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രസ്താവനയും വളരെ കൃത്യമായി നോക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധിയുടെ എക്സിലുള്ള, അതുപോലെ ട്വിറ്ററിൽ ആദ്യം വന്നതും പിന്നീട് എക്സിൽ വന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കാണാത്തത് അതിനകത്ത് ഇല്ലാത്തോണ്ട്. ഞാൻ സംസാരിച്ച് തീർന്നോട്ടെ. ഞാനൊന്ന് സംസാരിച്ച് തീർന്നോട്ടെ. ഗോപാലകൃഷ്ണൻ, താങ്കൾ പറയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവോട് ഇതിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പറഞ്ഞോട്ടെ, അങ്ങയുടെ സമയത്ത് പറഞ്ഞോട്ടെ. നിങ്ങൾ നേരത്തെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു, ഇടയിൽ വെച്ച് ഇപ്പൊ രണ്ടാമത് പിന്നെ അയാളുടെ സമയത്ത് സംസാരിച്ചോട്ടെ. ആയിക്കോട്ടെ. മൂപ്പരുടെ സമയത്ത് സംസാരിക്കട്ടെ. അല്ല, കൺസീഡ് ചെയ്താൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എനിക്ക് ഒരു ബോധ്യം. നികേഷെ, ഈ റിപ്പോർട്ടർ ചാനൽ വെച്ച് കൊല്ലം കുറെ ആയില്ലേ നിങ്ങൾ നരേന്ദ്രമോദിയെയും BJPയും താഴെ ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു മണ്ണാങ്കട്ട സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം ഇല്ലാതാവല്ലാതെ. അപ്പൊ അതൊന്നും നിങ്ങൾ വലിയ രീതിയിലുള്ള ഭരണകൂടവും അതുപോലെ തന്നെ ഒരു ശേഷിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരമാണല്ലോ ഗോപാലകൃഷ്ണന്റെ വായിൽ നിന്ന് ഇപ്പോഴും വീഴുന്നത്. നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അഹങ്കാരം തന്നെയാണ്. അഹങ്കാരം മാത്രമല്ല, അഭിമാനവുമാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ. കൊല്ലം കുറയായി നിങ്ങൾ ഈ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാനും BJPയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു. നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും ഇനിയും പറ്റില്ല. ഞാൻ എന്താ ഉറച്ചു നിന്നുകൊണ്ട് അഹങ്കാരമാണ് അഹങ്കാരം, അഭിമാനമാണ് അഭിമാനം. വ്യക്തമായി പറയാ, നികേഷും കൂട്ടരും കൊല്ലം കുറയായി തുടങ്ങിയിട്ട്. നിങ്ങളെ വളരെ എന്നെ കൊണ്ടൊന്ന് പറയിക്കാൻ അനുവദിക്കൂ. അത് നിങ്ങൾ ആദ്യം പറയും. രണ്ടാമത്തെ കാര്യം,
എന്റെ ചെവിയിൽ ഞാൻ സംസാരിക്കുന്നത് എന്റെ ചെവിയിൽ വരുന്നുണ്ടോ ഒന്ന് കറക്റ്റ് അതൊന്ന് correct ചെയ്യണം, PCR. രണ്ടാമത്തെ കാര്യം എന്റെ സുഹൃത്ത് ബ്രിട്ടാസ് എന്റെ രണ്ടാമത്തെ കാര്യം എന്റെ ബ്രിട്ടാസ് എന്റെ സുഹൃത്താണ് ബ്രിട്ടാസ്. എന്റെ ബ്രിട്ടാസെ, നിങ്ങൾ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുക, ഇന്ത്യ മഹാരാജ്യത്ത്. അതിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. കോൺഗ്രസുമായി സഖ്യം ചേർന്ന് ബംഗാളിലെ ത്രിപുരയിലും ഭരിക്കുകയാണ്. ആകെ നിങ്ങൾക്കുള്ളത് ഒരു മുഖ്യമന്ത്രിയാണ്. ആ ചങ്ങാതി രാജ്യം വിട്ട് ഓടി. എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ BJPക്കെതിരെ ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പ്രസംഗിക്കേണ്ട പിണറായി വിജയൻ നാട് വിട്ട് ഓടിയില്ലേ വിദേശത്തേക്ക്? ആ ചങ്ങാതി ആദ്യം പോയി വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് മോദിക്കെതിരെ ഡയലോഗ് അടിക്കേ. അങ്ങേർക്ക് മനസ്സിലായത് ഒരു കാര്യമില്ലാന്ന്. ബംഗാളിൽ അങ്ങേരെ കയറ്റൂല, ബംഗാളിലേക്ക് വരാൻ പാടില്ല, ത്രിപുരയില് കഴിഞ്ഞ അവിടെയും കയറ്റില്ല. അപ്പൊ ആ ചങ്ങാതി രാജ്യം വിട്ടുപോയി. ആകെയുള്ളൊരു മുഖ്യമന്ത്രിയാ. ഇന്ത്യ മുഴുവൻ നടന്ന് BJPയെ തകർക്കണ്ട, അദാനിക്കും അംബാനിക്കെതിരെ ബ്രിട്ടാസിന്റെ ആരോപണം വിട്ടു. ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൽ കിടക്കുന്ന ഒരു കോണകം പോലൊരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ വിഷയം. അല്ലല്ലോ, ഞാൻ അയാൾ പറഞ്ഞതിന് എനിക്ക് എന്റെ മുമ്പിൽ വരുന്ന ഒരു പ്രതിയോഗി സംസാരിച്ചതിന് മറുപടി പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, നിങ്ങളുടെ ചാനലിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? BJPക്കാർ മറുപടി പറയാൻ പാടില്ല? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വെച്ചോളൂ, ഞാൻ അവസാനിപ്പിക്കാം. എന്താ മാഷേ, ഞാൻ സംസാരിച്ചത് അങ്ങേരോടാണ്, ജോൺ ബ്രിട്ടാസിനോടാണ്. ഇനി നിങ്ങൾ സംസാരിച്ചത് ഞാൻ വളരെ കൃത്യമായി പ്രതിരോധം തീർത്തല്ലോ. അനുവദിക്കും. നേരത്തെ ശബരിനാഥന് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തില്ല. ശബരിനാഥനിലേക്ക് ആനി രാജ്യം ഉണ്ട് അവിടെ. ബ്രിട്ടാസിനെന്തോ പൂർത്തിയാക്കാറുണ്ട്. നിങ്ങളെ ഗോപാലകൃഷ്ണൻ ഒറ്റ കാര്യം, ഗോപാലകൃഷ്ണൻ നമ്മള് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഈൽഡ് ചെയ്യും. ഒന്ന്, അതായത് നമ്മളിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ഇനി ഉദാഹരണം പറഞ്ഞാല് രാഷ്ട്രീയ നേതാക്കളുടെ ഈ പറഞ്ഞ വിദേശ സന്ദർശനത്തെ കുറിച്ചൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു ചർച്ചാ വിഷയം തീരുമാനിക്കും. സമയം നിങ്ങളൊന്ന് വിദേശ സന്ദർശനം മാറ്റിവെക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിദേശത്ത് പോയ ഒരു നേതാവിനെ കുറിച്ച് അതിന്റെ അനുയായി വന്നിരുന്നിട്ട് BJPക്കെതിരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ പറ, കേൾക്ക്. അതായത് ഇത് ഒരു പരിഭ്രാന്തിയുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാലോ. വിദേശത്ത് പോകുന്നവരെ കുറിച്ചുള്ള ചർച്ച, അല്ലെ വിദേശത്ത് ചർച്ച എങ്കിൽ അതാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് ഒറ്റ കാര്യം ഗോപാലകൃഷ്ണനോട് പറയാറുള്ളൂ. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ രാഹുൽ ഗാന്ധി, ഇപ്പൊ ഞാനിപ്പോ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ ആധികാരികതയോടെ പറയാൻ പറ്റുന്നതാണ്. മിനിഞ്ഞാന്ന് പോലും ഇന്നലെ പോലും രാഹുൽ ഗാന്ധി അദാനിയെ കുറിച്ചും അംബാനിയെ കുറിച്ചും, അത് ഒരുപക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം എന്ന് പറയാം. ഏപ്രിൽ 12 കോയമ്പത്തൂരിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കോട്ട് ചെയ്യാം: നരേന്ദ്രമോദി ആൻഡ് അദാനി പോളിസീസ് ഹാവ് ക്രിയേറ്റഡ് 2 Indias, one India of billionaires and the other India of poor people എന്നാണ് ഏപ്രിൽ 12 രാഹുൽ ഗാന്ധി പറഞ്ഞത്. നേരത്തെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ കേട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്. ഏപ്രിൽ 24 ഒരു കാര്യം കൂടി, ഏപ്രിൽ 24 മല്ലികാർജുൻ ഖാർഗെ പറയാണ്: വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദിസ് കൺട്രി ഈസ് ദാറ്റ് ദർ ആർ 2 sellers and 2 buyers. The sellers are Modi and Shah and buyers are Ambani and Adani. പറഞ്ഞോളൂ ബ്രിട്ടാസ്. ഇന്ന് ഡൽഹിയിൽ ഇറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ്സില് കൃത്യമായിട്ട് ഓരോ തീയതി വെച്ചിട്ട് സമയം വെച്ചിട്ട് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തെയും നേതാക്കള് അംബാനിയെ കുറിച്ചും അദാനിയെ കുറിച്ചും നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഗോപാലകൃഷ്ണന് കിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി സമതല വിട്ട് പെരുമാറുന്നതെന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, പണ്ടെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, പാകിസ്ഥാൻ നമ്മുടെ ഭൂമി എടുക്കുന്നുള്ളതാണ്. ഇപ്പൊ പാകിസ്ഥാൻ പോയി ഇപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഭൂമി എടുക്കുന്നുള്ളതാണ്. വർഗീയ വിഷയങ്ങൾ മാത്രമല്ലാതെ വേറൊരു വിഷയവും കൈകാര്യം ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ കൈയും കാലും വിട്ട് അടിക്കുകയാണ്. ഇന്ന് BJPയിലെ ഏത് പ്രധാനപ്പെട്ട നേതാവിനോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ തട്ടകങ്ങളായിട്ടുള്ള രാജസ്ഥാനിലും ഹരിയാനയിലും അതുപോലെ തന്നെ ബീഹാറിലും ഒക്കെ ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം സംജാതമായി. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ചിത്തഭ്രമം നമ്മുടെ പ്രധാനമന്ത്രിക്ക് വന്നത്. പക്ഷെ ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്. ഒരു പ്രധാനമന്ത്രി തന്റെ ഭരണ നേതൃത്വത്തിന് കീഴിൽ ഇതുപോലെ ഒരു ടെമ്പോയിലൊക്കെ കള്ളപ്പണം ഇങ്ങനെ വിതരണം ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് പ്രതിപാദിക്കുമ്പോൾ
ഏതൊരു കള്ളപ്പണത്തിന്റെ ഒരു കണികയെ പോലും വേട്ടയാടി പിടിക്കാൻ ശേഷിയുള്ളവരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പലതവണ പറഞ്ഞ പ്രധാനമന്ത്രി. എന്തുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും അദാനിയുടെയും അംബാനിയുടെയും ആ സ്ഥാനത്തേക്ക് അയക്കാത്തത്? ശരി, അത്തരം ചോദ്യങ്ങളാണ് ഇന്ത്യ അന്വേഷിക്കേണ്ടതില്ലേ? ബ്ലോക്കിന് ഉന്നയിക്കാനുള്ളത്. ശരി, ശ്രീ ബ്രിട്ടാസ്, ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരുന്നുണ്ട്. ശ്രീമതി ആനി രാജ, നിങ്ങൾ എന്താണ് പറയുന്നത്? ഇന്ത്യ ബ്ലോക്ക് എന്താണ് പറയുന്നത്? അതായത് BJPക്ക് കേവലം ഭൂരിപക്ഷം കിട്ടില്ല എന്നാണോ, അതോ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരുമോ? ഇപ്പോഴും ശ്രീമതി ആനി രാജ, നിങ്ങൾക്കോ അല്ലെങ്കിൽ CPIക്കോ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനോ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസ്താവനയുണ്ടല്ലോ, ഈ ട്രക്കില് ടെമ്പോയില് കള്ളപ്പണം കോൺഗ്രസിന് കൊടുത്തു എന്നുള്ളത്, അത് കോൺഗ്രസിന് കിട്ടിയോ എന്നുള്ളത് കോൺഗ്രസ് പറയണം. കോൺഗ്രസ് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കള്ളപ്പണക്കാരെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത് ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് അറിയുന്നത് അഡാനിയുടെയും അംബാനിയുടെയും കയ്യിൽ ഇത്രമാത്രം കള്ളപ്പണം ഉണ്ട് എന്ന് അറിയുന്ന ഏകയാൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് ട്രക്ക് കണക്കിന് കള്ളപ്പണം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ EDയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും സ്വമേധയാ അഡാനിക്കും അംബാനിക്കും എതിരായി കേസെടുക്കുകയും പ്രധാനമന്ത്രിയെ വിറ്റ്നസ് ആയിട്ട് കൊണ്ടുവരികയും വേണം. ഇതാണ് ഇന്ന് സത്യത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, വയനാട്ടിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വമേധയാ കേസെടുക്കണം. ഒരു പ്രധാനമന്ത്രി പറയുകയാണ് അംബാനിയും അഡാനിയും ഇങ്ങനെ എത്ര ട്രക്ക് കള്ളപ്പണമാണ് നിങ്ങൾക്ക് തന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്നായി അറിയാം അംബാനിയുടെയും അഡാനിയുടെയും. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കെതിരായിട്ട് കേസെടുക്കുക, അംബാനിയുടെയും അഡാനിയും എതിരായി കേസെടുക്കുകയും പ്രധാനമന്ത്രിയെ അതിന്റെ വിറ്റ്നസ്, അതിന്റെ സാക്ഷിയായിട്ട് കൊണ്ടുവരികയും ചെയ്യണം. കാരണം പ്രധാനമന്ത്രിയാണല്ലോ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സ്വമേധയാ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഈ ഏജൻസികൾ? ആ ഏജൻസികൾ സ്വമേധയാ കേസെടുക്കണം. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നേരത്തെ ശ്രീ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം കൊണ്ടുവന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഇവിടുത്തെ കള്ളപ്പണം മുഴുവനും കണ്ടുകെട്ടും, കള്ളപ്പണം ഇവിടെ ഒഴിച്ചു കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. എന്നാൽ അതിനുവേണ്ടി നോട്ട് നിരോധനം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് അംബാനിക്കും അഡാനിക്കും ഇത്രയേറെ ട്രക്ക് കണക്കിന് കോൺഗ്രസിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ട്രെയിൻ കണക്കിന് അല്ലെങ്കിൽ മറ്റ് ഒരുപാടുണ്ടാകും. ഒക്കെ ഇങ്ങനെ രണ്ട് സുഹൃത്തുക്കളുടെ കൈവശം ഉണ്ട് എന്നൊരു പ്രധാനമന്ത്രി പറയുന്ന അതീവ ഗൗരവത്തോടെ, ഇത് വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്ത് മാത്രം വിടേണ്ട ഒരു വിഷയമല്ല. ഇത് തീർച്ചയായും ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാണും. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതിനിടയിലാണ്, അതിലേക്ക് ഞാൻ വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതിനിടയിലാണ് ഹരിയാനയിലെ സംസ്ഥാന സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമാകുന്ന കാഴ്ച നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇത് ഒരു ഭാഗത്ത്. മറ്റ് ഏത് സംസ്ഥാനങ്ങൾ ഇപ്പൊ പരിശോധിക്കുമ്പോൾ, ഇപ്പൊ വടക്കേന്ത്യയിലേക്ക് നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും ഓപ്പോസിഷൻ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ, ഡൽഹിയിൽ നോക്കൂ, ഡൽഹിയിലെ BJPയുടെ ചില സ്ഥാനാർത്ഥികളെ ആളുകൾ ഓരോ പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് കൂക്കി വിളിച്ച് ഓടിക്കുകയാണെന്നാണ് ഇന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട്. ആ രീതിയിൽ എല്ലാ മിക്കവാറും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വൻതോതിൽ സ്വീകാര്യതയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തവും കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെന്റിന് ഇനി ഒരിക്കൽ അങ്ങനെ വന്നാലേ ശ്രീമതി ആനി രാജ താങ്കൾ പരാജയപ്പെടണമെന്ന് സ്വയം ആഗ്രഹിക്കേണ്ടി വരില്ലേ? രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ്. അല്ല, ആ ചർച്ചയിലേക്ക് നമുക്ക് വേണമെങ്കിൽ അതിന് തനിയെ ഒരു ചർച്ച നമുക്ക് നടത്താം. വയനാട്ടിലെ വിഷയമാണ് നിങ്ങൾ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചാലും അതല്ല ഇപ്പൊ ഇടതുപക്ഷം അവിടെ കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചാലും തീർച്ചയായിട്ടും അത് ഫാസിസ്റ്റുകളുടെ പാളയത്തിലേക്കല്ല. ഒരുപക്ഷെ കോൺഗ്രസിന്റെ നമ്മൾ കാണുന്നുണ്ട്, ജനം കോൺഗ്രസിന്, BJPക്കും ഫാസിസ്റ്റുകൾക്കും എതിരായി വിജയിപ്പിച്ചു വിടുന്ന കോൺഗ്രസുകാർ അതേ പാളയത്തിലേക്ക് പോയി ചേക്കേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കോൺഗ്രസ്
കോൺഗ്രസ്സുകാർ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ജയിച്ചു വന്നാൽ അവർ ആ പാളയത്തിലേക്ക്, ആ ഫാസിസ്റ്റുകളുടെ പാളയത്തിലേക്ക് പോകരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാനാണെങ്കിൽ ശരി, അത് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ, നമ്മൾ വരാനിരിക്കുന്നത് ശ്രീമതി ആനി രാജ മത്സരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റായ്ബറേലിയിലുണ്ട്. റായ്ബറേലിയാണോ നിലനിർത്തുക, വയനാടാണോ നിലനിർത്തുക, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ശബരിനാഥ്, താങ്കൾക്ക് നേരത്തെ അവസരം കിട്ടിയില്ല. 2 ചോദ്യങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഒരു ട്രക്ക് നിറയെ കോൺഗ്രസിന് പണം കിട്ടിയിട്ടുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇല്ല, ഉണ്ട് എന്ന ഒരു പ്രസ്താവന കോൺഗ്രസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഇല്ല, ഇതിപ്പോൾ നിങ്ങൾ ആ പ്രസ്താവന മോദി പറയുന്നത് കറക്റ്റ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളത് ഉൾക്കൊള്ളുകയാണെങ്കിൽ, മോദി ഇതുവരെ ഇലക്ഷന്റെ ഭാഗമായി ഇവിടെ ക്രിക്കറ്റ് ടീം ഞാനൊന്ന് ഇടപെടുകയാണ്, ക്ഷമിക്കണം ഇടപെടുന്നതുകൊണ്ട്. നോക്കൂ, നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും. ഞാൻ എന്റെ കൃത്യമായി അതെ, ഞാൻ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മറുപടി പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞു, നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ അടക്കം പറഞ്ഞു ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ കോട്ട് ചെയ്ത കഴിഞ്ഞ 4 ദിവസം മാത്രം നടന്ന ഇലക്ഷൻ റാലികളിൽ ശ്രീ രാഹുൽ ഗാന്ധി അദാനിക്കും അംബാനിക്കും ഇവിടെയുള്ള ക്രോണി ക്യാപിറ്റലിസ്റ്റിനെയും കൃത്യമായി പറഞ്ഞ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പത്രങ്ങളുടെ ചാനലിലുണ്ട്. ഞാൻ പറഞ്ഞു തരാം. മെയ് 7-ാം തീയതി ജാർഖണ്ഡ്, മെയ് 6-ാം തീയതി മധ്യപ്രദേശിലെ ഖർഗോണിൽ, തെലങ്കാനയിലെ നാഗർകുനൂരിൽ, ന്യൂഡൽഹിയിൽ, മഹാരാഷ്ട്രയിലെ പൂനെയിൽ, കർണാടകത്തിലെ ശിവമോഗയിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മാത്രം അദ്ദേഹം ഓടി നടത്തുന്ന ലോക്സഭാ റാലികളിൽ ഏകദേശം 6 സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ 2 അദാനിക്കും അംബാനിക്കുമെതിരെ ശക്തമായി സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ യൂട്യൂബ് പേജിലുണ്ട്. അത് തന്നെയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് പത്രത്തിൽ ഉദ്ധരിച്ച് പറഞ്ഞതും. എന്നു മാത്രമല്ല, ഇന്നലെ അദാനിക്കെതിരെ ഈ ഒരു വിമർശനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയതിനു ശേഷം വളരെ ശക്തമായി ഒരു 30 സെക്കൻഡുള്ള ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ, ഒരു ട്വിറ്റർ വീഡിയോയിലൂടെ ശ്രീ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതിൻ്റെ മലയാളം തർജിമ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ, കേരളത്തിലുള്ള സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ അത് മലയാളത്തിലാക്കിയത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലടക്കം എല്ലാ പ്രധാനപ്പെട്ട ചാനലിലും കൊടുത്തിട്ടുണ്ട്. അതിനകത്തും വളരെ ശക്തമായി തന്നെ അദാനിക്കും അംബാനിക്കെതിരെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് കൊടുക്കാനുള്ളൂ. കൃത്യമായിട്ട് ഇവിടെയുള്ള ഈ പറഞ്ഞ ഇന്ത്യയെ കവർന്നതിന് ശക്തികൾക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള നിലപാടുമായി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സ്വാഭാവികമായും ഇതിനോട് വിയോജിക്കാനുണ്ടാവും, വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാനുണ്ടാവും. ഇടവേളയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഇടതു പാർട്ടികളായിക്കൊള്ളട്ടെ, കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്ന് ആവർത്തിച്ചു പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലുള്ള സിഫോളജിസ്റ്റുകൾ പറയുന്നത് ആദ്യ 1-2 ഘട്ടങ്ങളിൽ 20 സീറ്റ്, 3-ാമത്തെ ഘട്ടത്തിൽ 20 സീറ്റ്, ആകെ ഈ 3 ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40 സീറ്റുകളെങ്കിലും BJPക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇനിയുള്ള 4 ഘട്ടങ്ങളിൽ നേരത്തെ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ, അത് തന്നെ ഏതാണ്ട് കിട്ടാവുന്നതിൻ്റെ പരമാവധി ആയെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണത്രേ ഈ കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിൽ സംവരണാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ കയറ്റൂ എന്നൊക്കെയുള്ള കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത്. നികേഷേ, വിമർശനവും വിയോജിപ്പും സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പൊട്ടിത്തെറിക്കാനൊന്നുമില്ല. കാരണം ജൂൺ 4-ന് പൊട്ടിത്തെറിക്കുന്ന സ്വയം ബോംബുകളാണ് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് അടക്കം ഇവിടെ ഇരിക്കുന്നവർ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ മന്ദഹാസത്തോടെ, ഒരു വിഷമവും ഇല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു പൊട്ടിത്തെറിയും ഇല്ല. ഞാൻ നിങ്ങളോട് 2-3 കാര്യം പറയാം. ഇടയിൽ ചോദിക്കില്ല എന്ന്, ഇടയിൽ എന്നെ തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് പ്രസന്റ് പൊളിറ്റിക്കൽ സിനാറിയോ? ഇപ്പൊ താങ്കൾ പറഞ്ഞ സഫോളജിസ്റ്റിന്റെ ആ 2014 പ്രവചനം എന്തായിരുന്നു? ഇതേ സഫോളജിസ്റ്റ് പറഞ്ഞത് BJP വരില്ല. 2019 പ്രവചനം എന്തായിരുന്നു? BJP വരില്ല. ഇതൊക്കെ തന്നെയാണല്ലോ ഈ യോഗേന്ദ്ര യാദവ് 2014 എനിക്കറിയാം. യോഗേന്ദ്ര യാദവും സഫോളജിസ്റ്റുകളും 2019 പറഞ്ഞത് BJP വരില്ല. പക്ഷെ വന്നില്ലേ? അപ്പൊ ഈ സഫോളജിസ്റ്റിന്റെ വാക്കൊക്കെ യോഗേന്ദ്ര യാദവ് തന്നെയാണ് കോൺഗ്രസ് അവസാനിക്കണമെന്ന് പറഞ്ഞത് 2014 മുമ്പ്. അതെനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കാര്യത്തെ പറ്റി മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശേഖർ സുമൻ, ആരാ ശേഖർ സുമൻ?
കോൺഗ്രസിന്റെ ഒരു മുഖമാണ് സിനി ഫീൽഡിലെ ശേഖർ സുമൻ ദാ BJP എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ മിസ്സിസ് ഖരെ ദാ BJP വന്നിരിക്കുന്നു, കോൺഗ്രസ് വിട്ട. ഇന്നും ഇന്നലെയും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എത്രയോ ആളുകൾ BJP ഒഴുകിയെത്തുന്നു ഇവരുടെ നേതാക്കന്മാർ. എന്താണിത് കാണിക്കുന്നത്? 2019 പോലും ഇല്ല MP ടിക്കറ്റ് കൊടുത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് പത്രിക കൊടുത്ത ആളുകൾ ആ പത്രിക ഒഴിവാക്കിയിട്ട് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുക. ഇത് 2019 2014 ഇല്ല. 2024 BJPക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് കൊടുത്ത ടിക്കറ്റ്, ആ ടിക്കറ്റില് പത്രിക കൊടുത്തിട്ട് ഓടിപ്പോവാ. ഇന്നിപ്പോ ഒറീസയിലെ സമ്പത്ത് പത്ര, നമുക്കറിയാം സമ്പത്ത് പത്ര ആരാന്ന്, BJPയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണാ. ആ സമ്പത്ത് പത്രക്കെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോലും ഇല്ല. ഇപ്പൊ വൈകുന്നേരം ഓടിച്ചിട്ട് പിടിച്ച് ആരെയോ കൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞു കേട്ടു. ഇതാണ് വാസ്തവത്തിലെ അവസ്ഥ. ഇതാണ് നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ. എന്താ ഇതിന് കാരണം? നോർത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറയാൻ കാരണം? ഒരു ആന്റി ഇൻകംബൻസി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നരേന്ദ്രമോദിക്ക് പകരം ആരാ? ആനി രാജയോട് ഈ ചോദ്യം ഞാൻ ചോദിക്കുക ഈ ചർച്ചയിൽ. നരേന്ദ്രമോദിക്ക് പകരം ആരാ? നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധിയാണ് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? എന്നെ ജയിപ്പിക്കൂ, ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ ചാനൽ ചർച്ചയിൽ ഞാൻ ചോദിക്കാം, നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ? ഒന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല. നരേന്ദ്രമോദിക്ക് ബദൽ നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. രാമന് ബദൽ രാമൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ BJPക്ക് ബദൽ BJP മാത്രമേ ഉള്ളൂ. ഈ വെങ്കായം, ഉള്ളി, വെളുത്തുള്ളി, മൈദ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ട നാള് പൊറോട്ട അടിച്ച് നടന്ന രാഹുൽ ഗാന്ധിയെ ജനങ്ങൾക്ക് താല്പര്യമില്ല. അതാണ് ജനങ്ങളുടെ സർവേ കാണിക്കുന്നത്. അതാണ് ജനങ്ങളുടെ മനസ്സ് കാണിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയെ വരുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി വരില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ഇതര രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അതാണ് സത്യം. BJP ഒരു കേഡർ പാർട്ടിയാ. ഞങ്ങളുടെ ആളുകളെ കൃത്യമായി ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള കാരണം അതാണ്. അല്ലാതെ നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ രാത്രി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ജൂൺ 4 വരെ BJPയെ തെറി പറഞ്ഞ് BJP ഇങ്ങോട്ട് വീണു, ഇത് തകർന്നു പോയി, മോദി ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് സുഖമായി തെറി പറഞ്ഞിട്ട് രാത്രി വീട്ടിൽ പോയി ഉറങ്ങിക്കോ. പക്ഷെ ജൂൺ 4 നിങ്ങൾ ഉറങ്ങൂല, ഒരാളും ഉറങ്ങൂല ഈ BJP എതിർക്കുന്നവര്. പിന്നെ ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു, 5-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി പ്രസംഗിച്ചു. മെയ് 4 ഈ വാദം ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രി ഇത് പറയുന്നതിന് മുമ്പ് BJP ഈ കാര്യം ഉന്നയിച്ചിരുന്നു. മെയ് 4 തന്നെ. മെയ് 4 വരെ ഈ രീതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നത് പോലും ഇല്ല. ഈ അദാനിക്കും അംബാനിക്കുമെതിരെ BJP മുന്നോട്ട് കൊണ്ടുവന്ന ഈ ആക്ഷേപം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിന് മുമ്പ് എന്താ അവസ്ഥ? ഇപ്പോ ഏപ്രിൽ 12 എന്ന് മിസ്റ്റർ നികേഷ് കുമാർ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, ഞാനതിന് തർക്കിക്കുന്നുമില്ല. പക്ഷെ പ്രശ്നം ഇതല്ലല്ലോ. എല്ലാ വാർത്തയിലും എല്ലാ സമ്മേളനങ്ങളിലും ഒരു ദിവസം ഒരു 4-5 സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആളല്ലേ, എല്ലായിടത്തും പറയേണ്ടതല്ലേ, പറയുന്നില്ല. അപ്പോ ഇത്രയും കാലം പറഞ്ഞത് എന്താ? അംബാനിയുടെയും അദാനിയുടെയും കള്ളപ്പണമാണ് BJP കൊണ്ട് നടക്കുന്നതെന്നാ. അപ്പൊ സ്വാഭാവികമായി ഒരു മറു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ്, നിങ്ങൾക്ക് കള്ളപ്പണം കിട്ടിയതുകൊണ്ടാണോ നിങ്ങൾ മിണ്ടാത്തതെന്ന്. ഇതാണ് അതിന്റെ ഫാക്ട്. അപ്പൊ ആ ഫാക്ടിൽ ആരെന്ത് ചോദിച്ചാലും എനിക്കൊരു വിരോധമില്ല. വിറ്റ്നസ് ആക്കി, സാക്ഷിയാക്കി, നിങ്ങൾ കുറെ നാളായിട്ട് കേസ് കൊടുത്തല്ലോ. സുപ്രീം കോടതി കൊടുക്കാത്ത കേസിലെല്ലാം എല്ലാം പിടിച്ച് കൊട്ടയിലിട്ടില്ലേ സുപ്രീം കോടതി. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്കൊരു വിഷയമില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുക. പക്ഷെ പ്രശ്നം ഇത് മാത്രമാണ്. ഞാൻ 2-3 കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നുമല്ല. സാം പിത്രോദയുടെ സ്റ്റേറ്റ്മെന്റ് എന്തേ നികേഷെ നിങ്ങൾ ചർച്ചയാക്കാത്ത? നികേഷിന്റെ അച്ഛനും ഗോപാലകൃഷ്ണന്റെ അച്ഛനും ഇവിടെ ഇരിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ അച്ഛനും ആഫ്രിക്കക്കാരനാ പറഞ്ഞേ. ഭാരതത്തിന്റെ പൈതൃകം, അത് ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ പ്രസ്താവന ഇറക്കിയതിന് നികേഷിന് ഒരു വിഷമമില്ല അല്ലേ? അത് പിന്നെ പണ്ടേ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും വാ പൊന്നുന്നില്ല. എന്താ കാരണം? നിങ്ങൾക്ക് മോദി വിരോധമാണ്. പറഞ്ഞത് ഇയാള് നികേഷേ, അതെന്തൊരു ചർച്ചയാണ് ഈ നടത്തുന്നത്? സാം പിത്രോദ
നമുക്ക് എല്ലാവർക്കും അറിയില്ല സാംപിത്രോദയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രധാനമന്ത്രി കയറി പിടിക്കണമെങ്കിലും പ്രധാനമന്ത്രിയുടെ കയ്യിൽ വേറെ വിഷയമില്ല എന്ന് വേണ്ടേ കരുതാൻ. ഈ രാജ്യത്ത് പോലും ജീവിക്കാത്ത കോൺഗ്രസിന്റെ ഏതോ നിർജീവമായിട്ടുള്ള ഒരു പോഷക സംഘടന നയിക്കുന്ന ഒരാള് എന്തോ പ്രസ്താവന നടത്തിയെന്ന് കേട്ടിട്ട് ഗോപാലകൃഷ്ണന്റെ പരമോന്നത നേതാവ് ഇങ്ങനെയൊക്കെ ചാടിക്കയറി പിടിക്കണമെങ്കിലും വേറെ വിഷയമില്ലേ? 10 കൊല്ലല്ലേ നിങ്ങൾ ഭരിച്ചത്? അത് നികേഷ്, നിങ്ങൾക്ക് ഈ 10 കൊല്ലം ഞങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് ധാരാളം വിഷയമില്ലേ? നിങ്ങൾ ആ വിഷയം ഉന്നയിക്ക്. ഞങ്ങൾ 1-ാം ഘട്ടത്തിൽ ഞാൻ ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിക്കാം നികേഷിനോട്, താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയേ. 1-ാം ഘട്ടത്തിൽ BJP ഉന്നയിച്ചത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന വികസനം മാത്രമല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1-ാം ഘട്ടത്തിൽ എത്രയോ പൊതുസമ്മേളനം ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കാത്തത്? ശരി, ഗോപാലകൃഷ്ണൻ, ഞാൻ മറ്റുള്ളവരെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കട്ടെ. ശ്രീമതി ആനി രാജ, ഇത്രയുള്ള വിഷയം. നിങ്ങളുടെ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രധാന രാഷ്ട്രീയ പാർട്ടി ആരാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ ഉന്നയിക്കേണ്ട ചോദ്യം തന്നെയാണ്. ശ്രീമതി ആനി രാജയെ പാനലിൽ കണ്ട സ്വാഭാവികമായിട്ട് ഗോപാലകൃഷ്ണൻ BJP അത് ഉന്നയിക്കും. അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പോൾ നടക്കുന്ന ഞങ്ങൾ പ്രധാനമന്ത്രിയെ മുഖത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊരു മുന്നണിയാണ്. ആ മുന്നണി ഒരാളുടെയും ആധിപത്യമില്ലാത്ത, ഒരു പാർട്ടിയുടെയും ആധിപത്യമില്ലാതെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അത് ഓരോ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനങ്ങളെ സ്ഥിതിക്ക് അനുസൃതമായി അതിൻ്റെ അലയൻസ് ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ പാർട്ടികൾ, ആ പാർട്ടികളുടെ MP-മാർ അവരെല്ലാവരും കൂടി ചേർന്നിരുന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ തീരുമാനിക്കും. അതിന് ആർക്കും ഒരു സംശയം വേണ്ട. ഇപ്പം നടക്കുന്നത് ഈ MP-മാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള, അത് തീർച്ചയായിട്ടും അതിനുശേഷം ഗാന്ധിയെ തോപ്പിച്ചിട്ട് പിന്നെ എന്ത് ഇന്ത്യ സഖ്യം? ആനി രാജ, അതിന് ഉത്തരം പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയെ തോപ്പിച്ചിട്ട് പിന്നെ എന്ത് ഇന്ത്യ സഖ്യം? കോൺഗ്രസിന്റെ പരമോന്നത അധ്യക്ഷനല്ല, പരമോന്നത നേതാവിനെ തോപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ഇന്ത്യ സഖ്യം ഉണ്ടാക്കാനാണ്? അതിനെന്തായാലും മറുപടി ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് ഒന്നും താങ്കൾ മറുപടി പറയണ്ട. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ സാമ്പിത്രോടേത് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. ജോൺ ബ്രിട്ടാസിന്റെയും അതുപോലെ തന്നെ നികേഷ്, അതുപോലെ താങ്കളുടെ പോലും അച്ഛന്മാരെ പറ്റി പറഞ്ഞത്, എന്നിട്ട് അതിനുശേഷം താങ്കൾ നടത്തിയ കമ്പനി ഞാൻ കേട്ടു. അതുകൊണ്ട് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് അധികം പറയാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നികേഷിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥികൾ, അത് പ്രധാനമന്ത്രിയാകുന്നതിന് ഇന്ത്യ മുന്നണിയിൽ നേതാക്കന്മാർക്കൊരു കുറവുമില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായിട്ടും ആ പാർട്ടികൾ ഇരുന്നു കൊണ്ട് അതിൽ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. ഇവിടെ ശ്രീമതി ആനി രാജ, പ്രധാനമായും കാണേണ്ടത് എന്താണ്? നമ്മൾ മുൻകാലങ്ങളിൽ ഒന്ന് ചോദ്യം കേൾക്കും മാഡം. അതായത് മുൻകാലങ്ങളിൽ നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കളെ കാണാറുണ്ട്. രാംവിലാസ് പാസ്വാന് ഏത് സീഫോളജിസ്റ്റിനേക്കാളും നന്നായി കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്നറിയാം. ആ മുന്നണിയിലായിരിക്കും രാംവിലാസ് പാസ്വാൻ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ മുന്നണിയിൽ രാംവിലാസ് ചേരും. രാംവിലാസ് പാസ്വാൻ പിന്നീട് അതിനകത്ത് റെയിൽവേ മന്ത്രിയോ അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിയോ ആയി മന്ത്രിസ്ഥാനം ഏൽക്കുകയും ചെയ്യും. നോക്ക്, ഇപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? കോൺഗ്രസിന് കൂടി അംബാനിയും അദാനിയും കള്ളപ്പണം കൊടുത്തു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന തോന്നല് നല്ല രീതിയിൽ രാഷ്ട്രീയ ബോധമുള്ള അദാനിക്കും അംബാനിക്കും ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ അലയൻസ് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇന്ത്യ അലയൻസ് എന്നല്ല, NDA സഖ്യത്തിന്, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് ഇവിടെ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത അത്തരം ഒരു ഡൗട്ട്, അതുപോലത്തെ ഒരു സംശയം പ്രധാനമന്ത്രിയുടെ മനസ്സിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം മനോനിലവെട്ട് ഈ രാജ്യത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നരേന്ദ്രമോദിക്ക് മനോനില തെറ്റിയെന്നാണോ ആനി രാജ പറയുന്നത്?
ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുക, അതിനുശേഷം താങ്കൾ കൺക്ലൂഷനിലേക്ക് വരിക. ആ രീതിയിൽ ഇവിടെ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ, കാരണം ഇന്നലെ വരെ സുഹൃത്തുക്കളായിരുന്നവരെ ഇന്ന് ശത്രുക്കളാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം, സംഘപരിവാറിന്റെയും BJPയുടെയും രാഷ്ട്രീയമാണ്. അങ്ങനെ ആ സുഹൃത്തുക്കൾ വേർപിരിയേണ്ടി വന്നതിന് എത്രയോ ഈ വടക്കേ ഞങ്ങളൊക്കെ എത്രയോ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ അമ്മമാർ വരുന്നതാണ് നികേഷ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ രീതിയിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ മാനസികമായി അവരുടെ മാനസിക നിലയെ പോലും തകരാറിലാക്കിയ രാഷ്ട്രീയം വിതച്ച അതിന്റെ വിത്തുപാകിയ NDAക്ക് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി, അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു ഈ രാജ്യത്ത് തിരിച്ചു വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ അത്ര ഈസി അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മനോനില വെട്ടതുപോലെ അദ്ദേഹം സ്ത്രീകളുടെ താലി, അദ്ദേഹത്തിന് എന്തറിയാം സ്ത്രീകളും അവരുടെ മംഗൽസൂത്ര, ആ താലിയെ കുറിച്ച് ഓരോ സ്ത്രീയുടെയും എന്താണ് അവർ ആലോചിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ അദ്ദേഹത്തിന്? ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ പോലും അത്ര പോലും നീചമായ ഈ പ്രചാരണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പം മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഓരോന്നും വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ സഖ്യമയോടെ വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ഉണ്ടാകും, ഈ രാജ്യത്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടാകും, അക്കാര്യത്തിലൊന്നും ഒരാൾക്കും ഒരു സംശയവും വേണ്ട. ശരി, ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. എൻ്റെ പെരുമാറ്റത്തിൽ എന്തോ തകരാറുണ്ടോ എന്നുള്ള ചോദ്യം മണിച്ചിത്രത്താഴിൽ കുതിരവട്ടം പപ്പു ഉന്നയിച്ചതുപോലെ മാധ്യമങ്ങളുടെ പെരുമാറ്റത്തിലും എന്തോ ഒരു വ്യത്യാസമുണ്ടോ എന്ന സംശയമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കെ ശബരിനാഥൻ, ഈ രാജ്യത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് അംബാനിയും അദാനിയും അടങ്ങുന്ന കുത്തക മുതലാളിമാരാണ്. 2014 ശേഷം പ്രത്യേകിച്ച് എല്ലാ മാധ്യമങ്ങളും പിടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. NDTV ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെ, ക്വിൻറ്റ് ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെ, അതുപോലെ തന്നെ 75 ടെലിവിഷൻ ചാനലുകൾ ഇപ്പോൾ അംബാനിയുടെ മാത്രം കീഴിലുണ്ട്. അദാനിക്കും ഏതാണ്ട് അത്രയോളം വരുന്ന ടെലിവിഷൻ ചാനലുകളുണ്ട്. പക്ഷേ ഇന്ന് കണ്ട വാർത്ത ഒന്ന്, ZTV BJPയുമായി ബന്ധിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ നീക്കിയിരിക്കുന്നു എന്നാണ്. 2, മോദി പത്രങ്ങളുടെ ലീഡാകുന്നില്ല എന്നുള്ളതാണ്. ഓരോ ദേശീയ ദിനപത്രങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നൽകുന്ന ലീഡുകൾ നേരത്തെ നൽകിയിരുന്ന ലീഡുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് നരേന്ദ്രമോദി ആയിരുന്നു നേരത്തെ ലീഡുകളെങ്കിൽ ഇപ്പോൾ അത് നരേന്ദ്രമോദി ലീഡാകുന്നില്ല, ഇൻസൈഡ് വാർത്ത മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെ ആവേശത്തിനും നിങ്ങളുടെ അമിത ആത്മവിശ്വാസത്തിനും കാരണം, ശ്രീ കെ ശബരിനാഥൻ? അതിലേക്ക് ഞാൻ വരാം നികേഷ്. അതിനു മുമ്പ് ശ്രീമതി ആനി രാജ ഇന്ത്യ മുന്നണിക്ക് ഒരു നേതാവില്ല എന്നൊക്കെ പറയുമ്പോഴും ശ്രീമതി ആനി രാജ അടക്കമുള്ള ഞാനടക്കമുള്ള ഇന്ത്യ മുന്നണി ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ആ വിഷയത്തിലൊരു നിലപാടുണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖത്തിലൂടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീമതി ആനി രാജ വയനാട്ടിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ഭരിക്കണമെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിലൂടെ കോൺഗ്രസ് ഭരിക്കണം എന്നുള്ളതിനുള്ള ഒരു വോട്ട് കൂടിയായിരിക്കും നമ്മൾ ജൂൺ 4-ാം തീയതിക്ക് എണ്ണാൻ പോകുന്നത്. പിന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു വാസ്തവ വിരുദ്ധത എനിക്കൊന്ന് മാറ്റണം. ശേഖർ സുമൻ ഒരിക്കലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടനായിരുന്നില്ല. അദ്ദേഹം ഒരു സിനിമ നടൻ, ചാനൽ അവതാരകനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJPയിൽ വന്നു. അദ്ദേഹത്തെ നിങ്ങൾ എടുത്തോളൂ, നല്ല കാര്യം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അദ്ദേഹം പറഞ്ഞു സംബിത് പത്ര എന്ന് പറഞ്ഞ അങ്ങയുടെ ഒരു വലിയ നേതാവാണെന്നൊക്കെ പറഞ്ഞു. അതിലെനിക്കൊട്ടും ഉറപ്പില്ല. സംബിത് പത്ര എന്ന് വെച്ചാൽ BJPയുടെ സ്പോക്സ് പേഴ്സണാണ്. നാക്കെടുത്താൽ കള്ളം മാത്രം പറയുന്നൊരു സ്പോക്സ് പേഴ്സണാണ്. ശ്രീ ഗോപാലകൃഷ്ണനൊക്കെ കൂടുതൽ ഫാക്റ്റുകൾ വെച്ച് പറയുന്ന ഒരാളാണ്. അപ്പം ശ്രീ സംബിത് പത്രയെക്കാളും എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്പോക്സ് പേഴ്സൺ ആണ് ശ്രീ ഗോപാലകൃഷ്ണൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സംബിത് പത്രയ്ക്കെതിരെ സ്ഥാനാർത്ഥി ഇല്ലാതെ കോൺഗ്രസ് ഓടിപ്പോയതിനെ കുറിച്ച് ചുമ്മാ പറയുന്നതാണ്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മാതി പുതിയൊരു സ്ഥാനാർത്ഥി ശ്രീ മൊഹന്തി വന്നു എന്ന് മാത്രമല്ല, സംബിത് പത്ര മത്സരിക്കുന്ന പൂരി സീറ്റിൽ കഴിഞ്ഞ തവണ നമ്മുടെ ബിജു ജനതാദളിൻ്റെ പിനാക്കി മിശ്ര ജയിച്ച സീറ്റാണ്. ഇത്തവണയും പിനാക്കി മിശ്രയും സംബിത് പിത്രയും ആണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന് അവിടെ ചെറിയൊരു സ്വാധീനം മാത്രമേ ഉള്ളൂ. അപ്പോൾ സംബിത് പിത്ര എന്ന് പറഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും കഴിഞ്ഞാൽ അടുത്തയാളാണെന്നൊക്കെ വന്ന് ചാനലിൽ പറയുന്നത് സംബിത് പിത്ര അറിയാവുന്ന നമ്മളെപ്പോലത്തെ ആളുകൾക്കൊക്കെ അത് തെറ്റാണെന്നുള്ളത് മാത്രം ഞാനൊന്ന് പറയുകയാണ്. പിന്നെ ഇവിടെ നികേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം, മാധ്യമങ്ങൾ, ഇന്ത്യയിലെ 80% മാധ്യമങ്ങൾ BJPക്കുള്ള സേവ ചെയ്യുന്നുവെന്ന് മാത്രമല്ല, നരേന്ദ്രമോദിക്ക് പ്ലീസിംഗ് ആയിട്ടുള്ള ഇൻ്റർവ്യൂകൾ പോലും പല ചാനലുകൾ എഴുതിയെടുത്ത സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂകൾ പോലും നൽകുകയാണ്. റിപ്പബ്ലിക് അടക്കമുള്ള ചാനൽ, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള റിപ്പബ്ലിക്കിൽ ഞാൻ മനസ്സിലാക്കുന്ന നാളെ അർണബ് ഗോസ്വാമിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നൊക്കെ ഇരുന്നാലും കഴിഞ്ഞൊരു 10-15 ദിവസമായി ചാനലുകളിലെ ചർച്ച
പല ചർച്ചകളിലും പ്രത്യേകിച്ച് നരേന്ദ്രമോദി തന്നെയാണ് ഒരു നന്ദി നരേന്ദ്രമോദിന് പറയാനുള്ളത്. കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ നമ്മളെക്കാളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് BJPക്കുണ്ട്. ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന ന്യായിൻ്റെ കാര്യങ്ങൾ പ്രധാന മാധ്യമങ്ങളിൽ പറയാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം പത്രപരസ്യങ്ങൾ, യൂട്യൂബ് പരസ്യങ്ങൾ, ചാനൽ ഡിസ്കഷൻസിലൊന്നും പ്രധാനമന്ത്രി പറയുന്നത് കേട്ടിട്ട് പലരും കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുഴുവനായും വായിച്ചു കളഞ്ഞു. മുഴുവനായി BJPക്കാരോ ജനങ്ങളിലേക്ക് കൂടുതൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ. കാരണം ഒരു മാധ്യമങ്ങൾ സഹായിക്കാതിരുന്നപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ നരേന്ദ്രമോദിയും കൂട്ടിയും ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ സ്ത്രീകൾക്കുള്ള, ഇവിടെ വിദ്യാർത്ഥികൾക്കുള്ള, ഇവിടെ തൊഴിലാളികൾക്കുള്ള, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് സമത്വം കൊണ്ടുവരുന്ന, എന്നാൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടെന്നുള്ളത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ ചാനലുകളിലൂടെയാണ്. ആ നരേന്ദ്രമോദിക്ക് പ്രത്യേകം നന്ദി എന്ന് പറയുകയാണ്. പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മോദി ഒരു കാര്യം മാത്രം ചോദിക്കാം. മോദിക്ക് ഈ ഗ്യാരണ്ടി 10 വർഷം ഭരിച്ച ഒരാളുകൾ സാധാരണ ഗ്യാരണ്ടി കൊടുക്കുന്ന തുടങ്ങുമ്പോഴാണ്. 10 വർഷം ഭരിച്ച അല്ലെങ്കിൽ 10 വർഷം ഉപയോഗിച്ച ഒരു കുക്കറിൽ ആരെങ്കിലും ഗ്യാരണ്ടി കൊടുക്കുമോ? ഇത് 10 വർഷം ഭരിച്ച് ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ആ ഗ്യാരണ്ടി ഒന്നാമത്തെ ഫേസിൽ പാഴായി പോയത് കൊണ്ടും ജനങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടുമാണ് രണ്ടാം ഫേസിലും 3-ാം ഫേസിലും 4-ാം ഫേസിലും മോദി ഗ്യാരണ്ടി എന്ന് പറയാതെ ഇവിടെ കോൺഗ്രസ് ആ ഗ്യാരണ്ടി ജനങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ്. ജോൺ ബ്രിട്ടാസ്, മാധ്യമങ്ങളിൽ മാറ്റം കാണുന്നുണ്ടോ? മാധ്യമങ്ങളിൽ മാറ്റം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇതുപോലുള്ള അടിമവേല, വിടുവേല ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ആരും വരില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അതായത് ഡൽഹിയിലെ പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം വലിയ തകർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. അത് വ്യൂവർഷിപ്പിന്റെ കാര്യത്തിലും സർക്കുലേഷന്റെ കാര്യത്തിലും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമം, അത് നെറ്റ്വർക്ക്, അംബാനിയുടെ കീഴിലുള്ള നെറ്റ്വർക്ക് 18, പ്രധാനമന്ത്രി ഇന്റർവ്യൂ ചെയ്യുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് തന്നെ. യൂട്യൂബിൽ അതിന്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 19,000 ഞാൻ ചെക്ക് ചെയ്തു. 19,000 പേരാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു മിമിക്രി തരം ചെയ്താൽ തന്നെ, ഒരു പ്രാദേശിക ഭാഷയിൽ ചെയ്താൽ പോലും ഒരു 50,000-60,000 കിട്ടും. അപ്പോൾ പരമ്പരാഗത മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് വലിയൊരു ഇടിവ് തട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുനർചിന്തനത്തിന് നിർബന്ധിതമായിരിക്കുകയാണ്. മറ്റുള്ള പക്ഷത്തെക്കുറിച്ചും മറുപക്ഷത്തെക്കുറിച്ചും എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ തങ്ങൾ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം അവരെ യഥാർത്ഥത്തിൽ അവർക്ക്. ആരെ കുറിച്ചാ പറയണത്? മാധ്യമങ്ങളെ കുറിച്ച്. അതെ, യഥാർത്ഥത്തില് ഇതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഒരു ധ്രുവ് രാഠി എന്ന് പറയുന്ന ഒരു പയ്യൻ ചെയ്യുന്ന ഒരു യൂട്യൂബിലെ ഒരു കണ്ടന്റിന് കിട്ടുന്ന ഒരു റീച്ചിന്റെ 1000-1, 1,00,000-1 പോലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലിവിഷൻ നെറ്റ്വർക്കിലെ അവതാരകർക്ക് കിട്ടാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് ഇന്ത്യ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണ് തുറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള ഒരു ബാലൻസിങ്ങിന് അവർ നിർബന്ധിതരായിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ നോക്കൂ, മോഹൻലാൽ ചതിച്ച ആശാനെ എന്ന് പറഞ്ഞതുപോലെ ഈ ഒക്കച്ചങ്ങായിമാരുടേതാണല്ലോ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ. ഈ ഒക്കച്ചങ്ങായിമാരെ ചതിക്കുകയാണോ നരേന്ദ്രമോദിയെ? എന്തായാലും ബ്രിട്ടാസിനോട് എനിക്ക് പറയാവുന്നത്, അഖില ലോക പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള മഹാപ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണല്ലോ ബ്രിട്ടാസ്. ഇന്നലെ CPM-ലെ നേതാവ് പ്രകാശ് മാഷ് പറഞ്ഞ അങ്ങനെയാണ്, ഞങ്ങൾ ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ ബ്രിട്ടാസും അങ്ങനെ ആയിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ ഒരു ജാരസന്ധതയാണ് എന്ന് തന്നെ എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങേക്ക് ആശ്വസിക്കാം, കൈരളി ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ജനങ്ങൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാമാധ്യമമായി കൈരളി മാറി എന്ന് സ്വയം ആശ്വസിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. അതുകൊണ്ട് മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ രണ്ട് കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചല്ലോ, ശബരിനാഥെ. ഞാൻ പറഞ്ഞത് സംബിത് പാത്ര എന്ന് പറയുന്ന ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ, വലിയ ആളെന്നുള്ള നിലയ്ക്കല്ല. അദ്ദേഹത്തിന്റെ എതിരെ മത്സരിക്കുന്നവർക്ക് നിങ്ങൾ വേണേ നോക്ക്, ഇതൊക്കെ വാർത്ത വന്നതാ. ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് സത്യമാണ്. പുതിയ ആളുകളെ നിർത്തിയിട്ടുമുണ്ട്, ശരിയാണ്. ഇതാണ് ഇന്ത്യയിലെ ഇന്നത്തെ സിനാരിയോ. ഞാൻ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ മിസ്സിസ് ഖരയുടെ കാര്യം പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. ഇപ്പൊ വിദ്വേഷ പ്രസംഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നികേഷെ, ബ്രിട്ടാസെ, ഈ കേരളം എന്ന് പറഞ്ഞാൽ മതേതര കേരളമല്ലേ?
ഇവിടെ BJPക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് നിങ്ങൾ പറയുന്ന മതേതര കേരളം, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം, വടകരയിൽ സംഭവിച്ചതെന്താ? വടകരയിലെ വിഷലിപ്തമായ പ്രസംഗങ്ങളും പ്രചരണങ്ങളും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വിഷലിപ്തമായിട്ടുള്ള പ്രചരണമാണ് വടകരയിൽ നടന്നത് എന്ന് പരസ്യമായി പറഞ്ഞത് ഞാനല്ല, ശരി, CPM-ന്റെ നേതാക്കന്മാരാണ്. ശരി, CPM-ന്റെ നേതാക്കന്മാരാണ്. ഓരോ ആളുകളെ ഞാൻ ഉയർത്തി പറയാം. വടകരയിൽ സംഭവിക്കാം, കഴിഞ്ഞ ഒറ്റ സെക്കൻഡ്, വടകരയിൽ സംഭവിക്കാം. വയനാട്ടിൽ ആനി രാജ ഇപ്പൊ എന്താ പറഞ്ഞത്? ശബരിനാഥനോടുള്ള മറുപടിയാണ് ആനി രാജ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റില്ല, വേറെ ആരെങ്കിലും ആക്കിക്കോ. പക്ഷെ ആ വയനാട്ടിൽ എന്താ കാണിച്ചത്? രാമക്ഷേത്രം തകർത്ത് ബാബറി മസ്ജിദ് ഉയർന്നു വരുന്നു, വാങ്കു വിളിക്കുന്നു. അതായിരുന്നു അവിടുത്തെ പ്രചരണം. ആനി രാജ മതേതരവാദിയാണല്ലോ. നിങ്ങളിത് സംസാരിച്ചോ? ഏതെങ്കിലും ഒരു വേദിയിൽ ഇതിനെതിരായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണം അത് ബോധപൂർവം നടത്തിയിട്ടുള്ള ആളുകൾ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ഏതെങ്കിലും ഒരു വേദിയിൽ ശബരിനാഥനും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം, CPI-യും കോൺഗ്രസും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താ ഈ ഘട്ടത്തിലുണ്ട്? അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യമുള്ള ഒരു മുന്നണിക്ക്, ഒരു കൂട്ടായ്മക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ്? റൈറ്റ്. ഗോപാലകൃഷ്ണൻ, ജോൺ ബ്രിട്ടാസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.